കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വലിയ വിവാദങ്ങൾ നടക്കുമ്പോൾ ഇന്ന് നടക്കുന്ന പരിപാടിയെക്കുറിച്ച് സംസാരിക്കുന്നത് സ്വാമി ചിദാനന്ദപുരിയാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു പരിപാടി, പ്രത്യേകിച്ച് ഗവർണർക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നു. ആ സമയത്ത് ഇത്തരത്തിൽ സനാതന ധർമ്മപീഠം ഇത്തരൊരു പരിപാടി സംഘടിപ്പിക്കാനുള്ള കാരണം എന്താണ്? ഗവർണർക്ക് എതിരായിട്ട് പല സംഘടനകളും പല വിവാദങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വിവാദം ഉണ്ടാക്കുന്ന സമയത്തല്ല ചെയർ, അല്ലെങ്കിൽ അത് നോക്കിയിട്ടല്ല ചെയർ ഗവർണറുടെ പരിപാടി വെച്ചത്. ഗവർണറുടെ പരിപാടി മുമ്പ് നമ്മൾ ഒരു പുസ്തക പ്രകാശനത്തിന് വേണ്ടി അദ്ദേഹം വരാമെന്ന് വാക്ക് പറഞ്ഞിരുന്നു. പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള കാരണങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. ആ സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ ഏറ്റവും അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ദിവസം തരാമെന്ന് വാക്ക് പറഞ്ഞു. ആ വാക്ക് പാലിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഡേറ്റ് നമുക്ക് തന്നിട്ടുള്ളത്, ഈ സെമിനാറിന് വേണ്ടിയിട്ട്. ഇതിൽ മറ്റേതെങ്കിലും തരത്തിലെ രാഷ്ട്രീയം കടന്നു വന്നിട്ടുണ്ടോ? രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് രാഷ്ട്രീയം. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതേ നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള അർത്ഥത്തിലാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ യാതൊരു രാഷ്ട്രീയവും ഇതിലില്ല. യാതൊരു രാഷ്ട്രീയവും ഇതിലില്ല. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് രാഷ്ട്രീയം എന്ന അർത്ഥത്തിൽ നമ്മുടെ ഓരോ പ്രവർത്തനവും രാഷ്ട്രീയമായിരിക്കും. ഈ സെനറ്റിലേക്ക് മെമ്പർമാരെ നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ സംഘടനകളുമായി ബന്ധമുള്ള ആളുകളെയാണ് കൂടുതലായി നിയമിച്ചത് എന്നുള്ള ആക്ഷേപമുണ്ട്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ എന്ന രീതിയിൽ ഗവർണറിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് ഗവർണർ ചെയ്യുന്നത് അദ്ദേഹത്തിന് നിയമപരമായ ഉപദേശമനുസരിച്ചും നിയമപരമായ കാഴ്ചപ്പാടനുസരിച്ചുമായിരിക്കും. അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യാൻ നമുക്ക് യാതൊരു അധികാരവുമില്ല, ബാധ്യതയുമില്ല. ഇനി അത് ഗവർണറുടെ അധികാരം ആണ്, അത് ശരിയാണെങ്കിൽ അത് ശരിവെക്കും, അല്ല തെറ്റാണെങ്കിൽ കോടതിയിൽ ചോദ്യം ചെയ്യാം. കോടതിക്കാണത് അതിന് മുകളിൽ തീരുമാനിക്കാനുള്ള അധികാരമുള്ളത്. അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യാൻ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നമുക്ക് അധികാരമില്ല. അതായത് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം, സമരങ്ങൾ, അത് അനാവശ്യമാണ് എന്നുള്ള അഭിപ്രായമാണോ? ഇപ്പോൾ 100%. കാരണം നമുക്കെല്ലാം അറിയാം, ഇവിടുത്തെ യൂണിവേഴ്സിറ്റി സെനറ്റായാലും സിൻഡിക്കേറ്റ് ആയാലും ദീർഘകാലമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ തന്നെയായിരുന്നു സെനറ്റിലുണ്ടായിരുന്നത്. അത് മാത്രം തുടരണമെന്ന് പറയുന്നത് ശരിയല്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യമായ സമ്പ്രദായം അനുസരിച്ച് അവിടെ കോൺഗ്രസിൽപ്പെട്ടവർ വേണം, ലീഗിൽപ്പെട്ടവർ വേണം, BJPയിൽപ്പെട്ടവർ വേണം, രാഷ്ട്രീയമില്ലാത്തവർ വേണം, എല്ലാതരം കാഴ്ചപ്പാടുള്ളവരും വേണം. ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർ തന്നെ ഭൂരിഭാഗം വേണമെന്നുള്ളത് എല്ലാ കാലവും നിലനിൽക്കില്ല. അത് തന്നെയാണ് പറയാനുള്ളത്. ഈ ഗവർണറുടെ ഈ സന്ദർശനത്തിൽ ഒരേ ഒരു ഔദ്യോഗിക പരിപാടി എന്ന് പറയുന്നത് ഇന്ന് വൈകുന്നേരം നടക്കുന്ന പരിപാടിയാണ്. ആ പരിപാടി വിജയിപ്പിക്കാൻ ആവശ്യമായ എന്തൊക്കെയാണ് ഇപ്പോൾ ഈ സനാതന ധർമ്മപീഠം ചെയ്തിരിക്കുന്നത്? നമ്മൾ വിജയിപ്പിക്കുക എന്നുള്ളതല്ല, ഈ പരിപാടി അനൗൺസ് ചെയ്തതിന് ശേഷം സ്വാഭാവികമായി ഓർഗനൈസേഴ്സ് ചെയ്യുന്നത് പോലെ സമൂഹത്തെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ധാരാളം പേര് വരാൻ തയ്യാറാണ്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ചില റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ റെസ്ട്രിക്ഷൻസിന് വിധേയമായിട്ട് നമ്മൾ ഒരു അഡ്മിഷൻ കാർഡ് ഇഷ്യൂ ചെയ്ത് ആ അഡ്മിഷൻ കാർഡിന് അനുസരിച്ച് മാത്രമേ ആൾക്കാരെ പ്രവേശിപ്പിക്കുള്ളൂ. ഈ അഡ്മിഷൻ കാർഡ് മറ്റേതെങ്കിലും തരത്തിൽ മറ്റാരുടെയും കൈകളിൽ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് പ്രതിഷേധിക്കുന്ന ആളുകളുടെ കൈകളിൽ എത്തിപ്പെടാനുള്ള സാധ്യത ഇല്ലാതിരിക്കാൻ എല്ലാ പരിശ്രമവും ചെയ്തിട്ടുണ്ട്. കാരണം സനാതനധർമ്മ ചെയറിൽ നിന്ന് അച്ചടിച്ച് അതിൻ്റെ പേര് വെച്ചുകൊണ്ട് അവിടുന്ന് സിഗ്നേച്ചറോട് കൂടിയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. മാത്രമല്ല, ആർക്കാണോ കൊടുക്കുന്നത് അവരുടെ ആധാർ കാർഡും മറ്റും നമ്മൾ സ്വരൂപിച്ചുകൊണ്ടാണ് പ്രവേശിപ്പിക്കുന്നത്. വളരെ കൃത്യമായി തന്നെയാണ് ഇന്നത്തെ പരിപാടി സംഘടിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇതിന് രാഷ്ട്രീയമില്ല, ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾക്ക് അടിസ്ഥാനവുമില്ല, നേരത്തെ തീരുമാനിച്ചിരുന്ന പരിപാടിയാണ് എന്ന് തന്നെയാണ് സ്വാമി ചിദാനന്ദപുരി ഈ ഘട്ടത്തിൽ പറയുന്നത്.